ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ദ്രാവിഡ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അവിടെ സ്വാധീനമേറെയും. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് മറ്റ് ചില ഘടകങ്ങൾ കൂടി വയ്ക്കുക, അതായത് ഭിന്നിച്ച് നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ ഒരുമിപ്പിക്കുക, അഴിമതിക്കെതിരെ നിരന്തര പോരാട്ടം ബി.ജെ.പി നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളിൽ അതിശക്തമായി നിന്നുകൊണ്ട് മാത്രമേ വേരുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ബി.ജെ.പി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അത്തരം ഘടകങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിലും നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഒരു ബാലികേറ മലയാകുമോ, അതോ കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്വാധീന ശക്തിയായി തന്നെ ബി.ജെ.പി ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുമോ? നോക്കൂ, ഗോപകുമാർ സാറ് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശ്രോതാവായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഞാൻ തള്ളിക്കളയുന്നില്ല. അത്ര എളുപ്പമുള്ള ഒരു ചുമതലയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. പ്രഥമ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 MP ലഭിക്കുകയും സുപ്രധാനമായ നിയോജക മണ്ഡലങ്ങളിൽ സംഘടനാ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട അടൽജി, അദ്വാനിയെ പോലെയുള്ള നെടുന്തൂണുകൾ മുഴുവൻ നിലംപരിശാവുകയും തികച്ചും അപ്രധാനമായ സ്ഥാനങ്ങളിൽ മാത്രം വിജയിക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവ പാഠമായിരുന്നു. അലസമായിരിക്കുന്നതിന് പകരം ഭാരതത്തിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കാനും കൂലങ്കഷമായി അപഗ്രഥിക്കാനും ആ അവസരം നമുക്ക് നൽകി. ഞാൻ കൂടുതൽ വിശദമായി സംസാരിക്കുന്നില്ല. നോക്കൂ, ഇന്ന് 2014 മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്വന്തം അധ്വാനത്തിന്റെയും ആസൂത്രണത്തിന്റെയും നേതൃത്വത്തിന്റെയും അണികളുടെയും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഇന്ന് പാർട്ടി കൈവരിച്ചിരിക്കുന്നത്. 2014 വിജയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനു വേണ്ടിയിട്ട് 2009 2004 ഒരിക്കലെങ്കിലും വിജയിക്കുകയോ 2ാം സ്ഥാനത്ത് എത്തുകയോ ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചു ജനങ്ങൾക്ക് ആവശ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റിയെടുത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ. അസാധ്യമെന്ന് വിശ്വസിച്ചിരുന്ന പല മേഖലകളിലും ബി.ജെ.പി ഇന്ന് കടന്നു കയറിയിരിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവങ്ങളായി തോന്നണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായുള്ള ആക്ഷേപങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒക്കെ തന്നെ വളരെ കൃത്യവും ആസൂത്രിതവുമായിട്ട് മറികടക്കാൻ ഇന്ന് ബി.ജെ.പിക്ക് സാധിച്ചു. എന്റെ കണക്കുകളിൽ ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് 1600-ലധികം MLA ഈ പാർട്ടിക്കകത്തുണ്ട്. അതിലേറ്റവും കൂടുതൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും വനിതകളുമായിട്ടുള്ള MLA ബി.ജെ.പിക്കകത്താണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. തൊട്ട് 2ാം സ്ഥാനത്തിരിക്കുന്ന പാർട്ടിക്ക് 600 ചില്ലാണ് 1000-ഓളം സീറ്റ് MLA കുറവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അസാധ്യമെന്ന് തോന്നിയ വടക്ക് കിഴക്കൻ മേഖലകളിൽ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കശ്മീരിലെ ജമ്മുവിന്റെ മേഖലകളിൽ, ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലകളിൽ, സൗത്ത് ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ, നോർത്ത് ഈസ്റ്റിൽ, മിഡിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള ചില കണക്കുകൂട്ടലുകളുടെ ഭാഗമായിട്ടാണ് നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വസ്തുതയിലേക്ക് വരാം. വളരെ കൃത്യമായ ബോധത്തിന്റെയും ആസൂത്രണത്തിന്റെയും ലഭ്യമായ ഡാറ്റകളുടെയും അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് 2026 കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി ആരംഭിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവിടത്തേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിച്ചു. ഗോപകുമാർ സാറ് പറഞ്ഞ മാതിരിയിൽ ഘടകകക്ഷികൾ ഇല്ലാതെ തന്നെ 11.3% വോട്ടുകൾ നേടാൻ സാധിക്കുക മാത്രമല്ല, ഒരുപക്ഷെ സാറ് പറഞ്ഞ ഘടകം ശരിയാണ്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭവും ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും ഉണ്ടായതിന്റെ ഫലമായിട്ട് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവിടെ പിടിവള്ളികൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ കോൺഗ്രസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിനോ, എന്റെ ഓർമ്മയില് 1960-കളില് അവിടെ ഇടതുപക്ഷത്തിനും വലിയ പ്രാമുഖ്യമൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് സീറ്റുകളും വോട്ടുകളും കുറഞ്ഞ കാലഘട്ടത്തില് പകരം ഒരു മുന്നണി രൂപീകരിച്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു UDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന രൂപത്തിൽ സ്വതന്ത്രന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റ് ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ MLA പിന്തുണ ആർജിക്കാൻ വേണ്ടി പോലും അവർക്ക് സാധിച്ചു.
പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർക്കത് കഴിയാതെ പോയത് അവരുടെ തന്ത്രങ്ങളെ മറികടക്കുന്ന നേതൃത്വം തമിഴ്നാട്ടിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ തമിഴന്റെ മാനസികാവസ്ഥയെ വളരെ സമർത്ഥമായിട്ട് ചൂഷണം ചെയ്യാനും മൃദുലങ്ങളായവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാനവർക്ക് സാധിച്ചു എന്നത് സത്യമാണ്. പക്ഷെ ഇന്ന് കാലാവസ്ഥ മാറുന്നു. തമിഴ് രാഷ്ട്രീയത്തിനകത്ത് വളരെ വിരുദ്ധമായ ഭരണവിരുദ്ധമായ വികാരങ്ങൾ ഉണ്ടാകുന്നു. ദ്രാവിഡ മുന്നേറ്റ കക്ഷികളിൽ AIDMK അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാരതത്തോട് ഒത്തുപോകാനുള്ള ശ്രമങ്ങളുമായിട്ട് തന്നെയാണ് DMK പിന്നീട് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് ദ്രാവിഡ മുന്നേറ്റ ഘടകമായി മാറേണ്ടി വന്നത്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കാര്യമെടുക്കുമ്പോൾ ഇന്ന് ഡാറ്റകൾ വ്യത്യസ്തമാണ്. ഏതാണ്ട് ആ രംഗത്ത് പഠിച്ച് ഗവേഷണം നടത്തിയ ആളുകൾ പറയുന്നത് തമിഴ്നാട്ടിലെ ICSE, CBSE, IB സ്കൂളുകളിൽ ഏതാണ്ട് 30 ലക്ഷം ആളുകൾ പഠിക്കുന്നു. അത് പ്രഗത്ഭങ്ങളായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെ മുഴുവൻ ത്രിഭാഷാ ഫോർമുലയിൽ അവർ പഠിപ്പിക്കുന്നു. പകരം ഇന്ന് വളരെ കൃത്യമായിട്ടാണ് അമിത്ഷാ ഒരു കാര്യം പറഞ്ഞത്. അവിടെ ഇരട്ടത്താപ്പാണ്. പണക്കാർക്ക് ഒരു നീതിയും പാവപ്പെട്ടവർക്ക് ഒരു നീതിയും. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു മര്യാദയും പാവപ്പെട്ട നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ, പ്രത്യേകിച്ച് DMKയുടെയും ഒക്കെ നേതാക്കന്മാരുടെ കുട്ടികൾ ICSE, CBSE സ്കൂളുകളിൽ ത്രിഭാഷാ ഫോർമുലയിൽ പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്നു. മാത്രവുമല്ല, ഇന്ന് അവിടെ മുമ്പാകെ വന്നിരിക്കുന്ന വൻ അഴിമതികളുടെ കഥകളും അവിടെ സമർത്ഥമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ BJPക്ക് സാധിച്ചു. ഒരുപക്ഷെ അല്പം കൂടി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ 11.3 നിന്നും ഗണ്യമായ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന തെളിവുകൾ നമുക്കുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോ അണ്ണാമലൈ നമുക്കറിയാം, അവിടെ സ്ത്രീകളും കുട്ടികളും അരക്ഷിതരാണ്. ഭാഷയും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ തമിഴനെ കൂടുതൽ വികാരം കൊള്ളിക്കുന്നുണ്ടാകാം. പക്ഷെ സ്വന്തം സഹോദരിമാരും സ്വന്തം കുഞ്ഞുങ്ങളും അവരെ അരക്ഷിതമായി കഴിയുന്ന ഒരു സമൂഹത്തിൽ തങ്ങൾക്ക് മാത്രം നിഷേധിക്കുകയും അഴിമതിയിലുള്ള നേതൃത്വം തടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പഴയ സിനിമാക്കാർക്കൊക്കെ ഉള്ള സ്വാധീനം തമിഴ്നാട്ടിൽ ഇപ്പം മെല്ലെ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, അവർ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നടന്നു വരുന്ന കാലഘട്ടം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, കൃത്യമായ ആസൂത്രണത്തിന്റെയും കണക്കുകൂട്ടലിന്റെയും ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഇന്ത്യയിൽ BJP മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ വിജയവും അതിന്റെ ഫലപ്രാപ്തിയിലുമുള്ള ആത്മവിശ്വാസമാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്തുകയും ചെയ്യാനുള്ള സംഘടനാ മികവുള്ള ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തമിഴ്നാടും BJPക്ക് ബാലികേറാ മലയല്ല. ബംഗാളും ത്രിപുരയും ഡൽഹിയും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെന്നിക്കൊടി പാറിക്കാൻ കഴിഞ്ഞിരിക്കുന്ന സംഘടനാ നേതൃത്വം, സംഘടനാ പ്രവർത്തകന്മാർ, ആസൂത്രണം, ഇതൊക്കെ ഉള്ള BJPക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ്. ഒരുപക്ഷെ അതിലിപ്പം കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അണ്ണാമലയെ പോലെയുള്ള അനുഭവ സമ്പന്നനായ നേതാക്കന്മാരും അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സംഘടനാ പ്രവർത്തകനും ഉള്ളിടത്തോളം കാലം അത് അസാധ്യമല്ല എന്ന് തന്നെയാണ് ഈ വേദിയിൽ സൂചിപ്പിക്കാനുള്ളത്.